നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ആധികാരികമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകേണ്ടതില്ല. എന്നാൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് തോൽവി കൊണ്ട് CPM-ഓ ഇടതുപക്ഷമോ കേരളത്തിൽ നിന്ന് ഒലിച്ചു പോകുമെന്ന് ആരും കരുതേണ്ടതായിട്ടില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം കൊണ്ട് മാത്രം തകരുന്നത്ര ദുർബലമല്ല കേരളത്തിലെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ അടിത്തറ. നിലമ്പൂർ പരമ്പരാഗതമായി യു.ഡി.എഫിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന PV അൻവർ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോഴാണ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഇവിടെ വിജയിക്കാനായത്. അൻവർ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിച്ചത് ഈ വിജയത്തിന് ഒരു പ്രധാന കാരണമായിരുന്നു. അൻവർ ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിച്ച ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിവിധ ധ്രുവീകരണങ്ങളിലൂടെ 19,760 വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ വോട്ടുകൾ നിസ്സാരമായി കാണാനാകില്ലെങ്കിലും അൻവറിന്റെ സഹായം ഇല്ലാതെയും 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഷൗക്കത്തിന് വിജയിക്കാനായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മധുരപ്രതികാരം തന്നെയാണ്. സിറ്റിംഗ് MLA രാജിവെച്ച് തനിക്കെതിരെ മത്സരിച്ച കടുത്ത പ്രതികൂല സാഹചര്യത്തിലും CPM-ന് അവരുടെ പരമ്പരാഗത വോട്ടുകൾ സംരക്ഷിക്കാൻ കഴിഞ്ഞത് ആശ്വാസകരമാണ്. പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ CPM-ന്റെ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ഇടിവ് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിന് 66,660 വോട്ടുകൾ നേടാനായിട്ടുണ്ട്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എന്നാൽ അത് CPM ആണ്. എന്നാൽ യു.ഡി.എഫിന്റെ കാര്യം അങ്ങനെയല്ല. അവിടെ മുസ്ലിം ലീഗിന്റെ സംഘടനാപരമായ കരുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷൗക്കത്തിന് 77,737 വോട്ടുകൾ നേടാനായത്. BJP-യും അവരുടെ പരമ്പരാഗത വോട്ടുകൾ ഏറെക്കുറെ പെട്ടിയിലാക്കിയിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 8,648 വോട്ടുകളാണ് ലഭിച്ചത്. തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ ചില പ്രത്യേക ഘടകങ്ങൾ കൂടി M സ്വരാജിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. നിലമ്പൂർ ഉൾപ്പെടെ കേരളത്തിലെ വനമേഖലയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ വലിയ പരാജയമായിരുന്നു. ഈ സർക്കാരിലെ ഏറ്റവും മോശം വകുപ്പുകളിലൊന്നായി വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കാര്യക്ഷമമല്ലാത്ത ഒരു മന്ത്രിയാണെന്നത് ഈ മേഖലയെ കെടുകാര്യസ്ഥതയിലേക്ക് നയിക്കുന്നതാണ്. വനമേഖലയിൽ നിരവധി പേർക്ക് വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. കൃഷിഭൂമിയും വീടും നഷ്ടമായവരും അനവധിയാണ്. ഇവരുടെ കണ്ണീരൊപ്പാൻ വെറും പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ എന്ന് സർക്കാരും CPM നേതൃത്വവും ഇനിയെങ്കിലും തിരിച്ചറിയണം. നിലമ്പൂർ വഴിക്കടവിൽ കാട്ടുപന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ചത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ഘട്ടത്തിലായിരുന്നു. ഈ സംഭവം വലിയ പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടുവന്ന് യു.ഡി.എഫിന് മുതലെടുപ്പ് നടത്താൻ സാധിച്ചു. വഴിക്കടവിലെ സംഭവം യു.ഡി.എഫിന്റെ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് കൂടുതൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഇത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനെ തടയുന്നതിൽ വരെ പ്രതിഷേധങ്ങളെത്തി. കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം വനമന്ത്രിയായിട്ടാണ് AK ശശീന്ദ്രൻ ഇന്ന് വിലയിരുത്തപ്പെടാൻ സാധ്യതയുള്ളത്. ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബം CPM അനുഭാവികളായതുകൊണ്ടാണ് ആ കുടുംബത്തെ പ്രതിപക്ഷത്തിന് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതിരുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സ്വരാജിന്റെ തോൽവിക്ക് ഇടയാക്കിയ രണ്ടാമത്തെ പ്രധാന കാരണം CPM PB അംഗം A വിജയരാഘവൻ അഖില ഭാരത ഹിന്ദു മഹാസഭ നേതാവുമായി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഇതും യു.ഡി.എഫിനും PB അൻവറിനും പ്രചാരണത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചു. സംഭവം വിവാദമായപ്പോൾ കാവിയുടുത്തവരും പള്ളിയിൽ അച്ഛന്മാരും മൗലാവിമാരെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരുമെന്ന വിജയരാഘവന്റെ പ്രതികരണവും ഇടതുപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. തുടർന്ന് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്ന് തുറന്നു പറയേണ്ട സാഹചര്യം പോലും സ്വരാജിനുണ്ടായി. മൂന്നാമതായി ഇടതുപക്ഷത്തെ നിലമ്പൂരിൽ കുഴപ്പത്തിലാക്കിയത് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിലാണ്. നിലമ്പൂരിൽ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു MV ഗോവിന്ദൻ ഒരു വിവാദത്തിന് തിരികൊളുത്തിയത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടത്തിൽ CPM RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പാർട്ടി സെക്രട്ടറിയുടെ ഈ പ്രസ്താവന രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ നിലമ്പൂരിൽ ഈ പ്രസ്താവന വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. യു.ഡി.എഫും PB അൻവറും CPM-നെ കടന്നാക്രമിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയും അവർക്ക് ലഭിച്ചു. ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ശേഷിയുള്ള പ്രഹരശേഷിയുള്ള പ്രസ്താവനയാണ് പാർട്ടി സെക്രട്ടറിയുടെ കസേരയിലിരുന്ന് MV ഗോവിന്ദൻ നടത്തിയത്. മുൻപ് BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം
കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജനാണ് വെളിപ്പെടുത്തിയതെങ്കിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് RSS സഹകരണം വെളിപ്പെടുത്തിയത് എം.വി. ഗോവിന്ദൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധത്തിലാക്കി. ഹിന്ദു മഹാസഭാ നേതാവുമായി വിജയരാഘവൻ നടത്തിയ കൂടിക്കാഴ്ചയും ഇടതുപക്ഷം പിന്തുടരുന്ന പ്രത്യയശാസ്ത്ര നിലപാടിന് എതിരാണ്. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണമെന്നും പാർട്ടി നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയേണ്ടി വന്നത് CPM നേതാക്കളുടെ പ്രസ്താവനകളിലെ അപകടം മുന്നിൽ കണ്ടാണ്. എന്തും വിളിച്ചു പറയുന്നത് നേതാക്കൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും തിരഞ്ഞെടുപ്പിലെ ജയമോ തോൽവിയോ പ്രശ്നമല്ല എന്നും എന്നാൽ പാർട്ടി നേതാക്കൾ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നുമാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് കേരളത്തിലെ ലക്ഷക്കണക്കിന് CPM പ്രവർത്തകരുടെ വികാരം കൂടിയാണ്. ആരോട് സന്ധി ചെയ്താലും സംഘപരിവാർ രാഷ്ട്രീയത്തോടും RSSനോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പോരാടുന്ന പാർട്ടിയാണ് CPM. ആ പാർട്ടിയെ സ്നേഹിക്കുന്ന അനവധി പേരെയാണ് വിജയരാഘവന്റെയും എം.വി. ഗോവിന്ദന്റെയും പ്രസ്താവനകൾ വേദനിപ്പിച്ചത്. അതിന്റെ കൂടി പരിണിത ഫലമാണ് നിലമ്പൂരിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നിലമ്പൂരിലെ തോൽവി വിലയിരുത്താൻ.